പൂവുണ്ട്. പ്ലീസ് നോ. ഐഡിയലി അമ്മയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞായിരിക്കണ്ട്. അവളീ മണ്ണിൻ വിസ്മയം ഇനി എന്റെ മാത്രം എന്റെ മാത്രം. രണ്ടുപേരെയും കണ്ടപ്പോൾ കടലിനോട് കഥ പറയാൻ പോയ പോളും വെർജിനിയാണോ എന്ന് എനിക്ക് ഒന്ന് തോന്നിപ്പോയി. പെട്ടെന്ന് തന്നെ മനസ്സ് പറഞ്ഞു വേണ്ട 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 എന്ന്. അതെന്താണെന്നും അവരാരാണെന്നും ഒക്കെ നിങ്ങൾക്കും അറിയാൻ തോന്നുന്നില്ലേ? പോകെ പോകെ ഞാൻ പറഞ്ഞു തരാം. സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ പുതിയ ട്രാവൽ കാഴ്ചകളിലേക്ക്, മൊറീഷ്യസ് ട്രാവൽ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ പോകുന്നത് നോട്രഡാം ഓക്സിലിയാട്രിസ് ചാപ്പൽ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫോട്ടോ ഫ്രെയിമിലേക്കാണ് നമ്മൾ ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സഞ്ചാരികൾക്കിടയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ചുമന്ന മേൽക്കൂരയുള്ള ഒരു പള്ളി. അത് അത്ര സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു 1938 സ്ഥാപിച്ചിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചാണ്. പറയുമ്പോൾ വളരെ ലളിതമാണേലും ചരിത്രവും സാഹിത്യവും ഒക്കെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫ്രെയിമാണിത്. നോക്കിക്കേ, എന്തൊരു ലളിതമായിട്ട് നിർമ്മിതിയാണെന്ന് നോക്കി. അതുപോലെ ഇത് ഡേറ്റ്സിൻ്റെയൊക്കെ പോലെ എന്തോ ഒരു അങ്ങനത്തെ എന്തോ ഇതറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല അതെന്താണെന്ന്. ഡേറ്റ്സ് അല്ല കേട്ടോ, വേറെ എന്തോ പാം ട്രീ പോലെ എന്തോ ഉള്ളതാണ് ഇത് കാണുന്നത്. ഇവിടെ ഇപ്പോഴും സർവീസൊക്കെ നടത്തുന്നുണ്ട്. സൺഡേയ്സ് ഇവിടെ കുർബാനയുണ്ട്. ഏറ്റവും ഇതെന്ന് പറയുന്നത് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, മൗറീഷ്യസിൽ വന്നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഫോട്ടോ ഫ്രെയിമാണ് നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത്. ഇവിടെ അൾത്താരയിലൊക്കെ നല്ല തടി കൊണ്ടുള്ള പണികളും, അതുപോലെ ഇതിനകത്ത് ഈ വിശുദ്ധമായ ജലം ഇങ്ങനെ പള്ളികളിൽ അതിൽ സ്റ്റോർ ചെയ്യുമല്ലോ, അത് ഒരു വലിയൊരു ചിപ്പിക്കകത്താണ്. അതൊക്കെ പിന്നെ ഫോട്ടോസൊക്കെ എനിക്ക് പള്ളിയുടെ ഉള്ളിലെ കാര്യങ്ങൾ എനിക്കറിയില്ല. അവിടെയൊക്കെ നമ്മൾ വീഡിയോ എടുക്കാവോ എന്നൊന്നും എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയി അങ്ങനെ എടുത്തില്ല. ഇത് കണ്ടോ, മണി, അവിടെ ഒരു സ്ഥാപിച്ചിരിക്കുന്ന മണി കണ്ടോ, എന്തൊരു രസമാണെന്ന് നോക്കിക്കേ. ഇത് ഒരു കുഞ്ഞു മത്സ്യബന്ധന ഗ്രാമമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന ജോലി മത്സ്യബന്ധനം തന്നെയാണ്. അതുപോലെ ഇവർ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഈ ഒരു ചാപ്പൽ. ഇന്ന് ഇപ്പോൾ സൺഡേയ്സിൽ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കുർബാനയൊക്കെ കൊള്ളുന്നുണ്ട്. ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഫോട്ടോ ഫ്രെയിമില്ലേ, ഇത് കണ്ടോ, ഇത് ഈ സൺലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ചുമപ്പ് നല്ലതായിട്ട് തിളങ്ങും. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദൂരെയായിട്ട് ഒരു കോയിൻ ഡി മയർ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ഐലൻഡ് ഉണ്ട്. അത് നമുക്കത് ആ ഒരു പിക്ചറിൽ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ ആ നീല ആകാശം കണ്ടോ, ദൂരെയായിട്ട് കാണുന്നുണ്ടോ, അതാണ് ആ ഒരു കുഞ്ഞ് ഐലൻഡ്. അതുപോലെ തന്നെ നീലയും ഒരു ടർക്വൈസ് കളറിന് ഒരു ഗ്രീനിഷ് പോലത്തെ ഒരു വെള്ളം ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു AI ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് പോലാണ് നമുക്കിങ്ങനെ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ക്യാപ് മൽഹോറക്സ് എന്നാണ്. അതിനും ഒരു ഇതുണ്ട്. അത് ഫ്രഞ്ചിൽ ആ ഒരു ഇതിൻ്റെ പേരെന്ന് പറയുന്നത് നിർഭാഗ്യത്തിൻ്റെ മുനമ്പെന്നാണ്. അതെന്താണെന്നും പോളും വെർജിനിയ നമുക്ക് അറിയണ്ടേ, പറയാം. ജാക്കും റോസും ടൈറ്റാനിക്കും അവരുടെ ലവ് സ്റ്റോറി അറിയാത്ത ആരും കാണത്തില്ല. അതുപോലെ തന്നെയാണ് പോളും വെർജിനി, അവരുടെ ലവ് സ്റ്റോറിയും അതിലുള്ള ഒരു കപ്പലാണ് സെൻറ്റ് ഗെറാൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കപ്പലാണ്. അതെന്താ സംഭവിച്ചതെന്ന് പോകെ ഞാൻ പറയാം. ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്തിന് എന്തുകൊണ്ട് നിർഭാഗ്യത്തിൻ്റെ മുനമ്പ് എന്ന് പേര് വരുന്നു എന്ന് ഇപ്പം നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരുന്നില്ലേ. അതിൻ്റെ ഒരു റീസണാണ് ഞാനിപ്പോൾ പറഞ്ഞ പോളും വെർജിനി. അടുത്തതെന്ന് പറയുന്നത് 1810 ഫ്രഞ്ചുകാരെ കീഴടക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്. ബ്രിട്ടീഷുകാർ നമ്മളെയൊക്കെ കീഴ്പ്പെടുത്തിയ പോലെ തന്നെ അവിടെയും പോയി ഫ്രഞ്ചുകാരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവരെ ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ഇവിടാണ്. പിന്നീട് ഈ ഒരു സ്ഥലം മൗറീഷ്യസ് ഫുള്ളി അവർ കീഴടക്കിയ ശേഷം അവരുടെ സൈന്യം വന്നിറങ്ങിക്കൊണ്ടിരുന്നത് ഈ ഒരു മുനമ്പിലാണ്. ഒരുപാട് കപ്പലപകടങ്ങൾ നടന്ന ഒരു സ്ഥലമാണിത്. അങ്ങനെയാണ് അതിന് ആ ഒരു പേര് കിട്ടുന്നത്. തൊപ്പി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രസം. ഇവിടെ എന്തുമാത്രം ഫോട്ടോ എടുത്തു ഞങ്ങളെല്ലാവരും വന്ന്, എനിക്ക് ഓരോ ഓർമ്മയില്ല. ഞങ്ങൾ മാത്രമല്ല, വരുന്നവരെല്ലാം ഇതാണ് ഫോട്ടോ എടുത്തൊക്കെ. അത്രയ്ക്ക് നല്ല ഫ്രെയിമാണ് നമുക്കിവിടെ കിട്ടുന്നത്.
വെളുക്കല്ലേ അവിടെ തന്നെ വെച്ചത്. അവിടെ തന്നെ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ തന്നെ തന്നെ വലിയ ഒരെണ്ണം വരുന്നുണ്ടോ? നമ്മുടെ കടപ്പുറത്തൊക്കെ കാണുന്ന ഇങ്ങനെ വെള്ള കുഞ്ഞി ശംഖ് പോലെ അങ്ങനെ കുഞ്ഞി കുഞ്ഞി ജീവികളൊക്കെ പോലെ ഇതിങ്ങനെ കറുത്തിട്ട് ഒരിതിങ്ങനെ പാറയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി ശക്തമായിട്ട് പിടിച്ചിളക്കിയാലേ ഇതിങ്ങനെ ഇളകി വരുള്ളൂ. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എന്തെല്ലാമോ പേരുകൾ, കടൽ ജീവികളാണ് പേര് വരുന്നു. എനിക്കതെന്താണെന്ന് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇതാ വേലിയേറ്റ സമയം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കും. ഇപ്പോൾ വേലിയേറ്റ സമയമാണെങ്കിൽ ആ വെള്ളം അതിനിപ്പുറം വരെ ഇങ്ങനെ കവിഞ്ഞു വരും. ഇതെല്ലാം കഴിഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വിട്ടിരിക്കാമെങ്കിൽ ലൈവായിട്ട് മീനെ പിടിച്ച് അവരവിടെ വെച്ചിട്ടുണ്ട്. പുക പറക്കുന്നുണ്ട്, അവിടെ ഒരു ബാർബിക്യൂ ഉണ്ട്. അപ്പോൾ ഏട്ടനത് കണ്ടപ്പോൾ അത് കഴിക്കാഞ്ഞിട്ടോ ഒന്ന് തിരക്കാനൊന്ന് പോയിട്ടുണ്ട്. ഞങ്ങളപ്പോഴേ പറഞ്ഞു അതിനൊന്നുമുള്ള സമയം നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അവിടെ ഒരു കുഞ്ഞൊരു ഐലൻഡ് ഇല്ലേ, അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് തയ്യാറാവും. കാര്യം ഇതിന് സമയം എടുക്കുമല്ലോ. ബാർബിക്യൂ ആകുമ്പോൾ അവർ മീനിനെ അത് പ്രിപ്പയർ ചെയ്യാനും അതിന് സമയം എടുക്കുമല്ലോ. അതുപോലെ തന്നെ ഇനി കടലിലോട്ട് നോക്കി ഊഞ്ഞാലൊക്കെ ആടിയിരിക്കണമെങ്കിൽ അതിനുമുണ്ട് സൗകര്യം. എന്നാ വൈബാണെന്നൊന്നും പറയാനില്ല. ഐഡിയലി അമ്മയ്ക്ക് അങ്ങോട്ട് തിരിഞ്ഞായിരിക്കണ്ട. തിരിഞ്ഞിരിക്കുമ്പോഴാണ് ഊഞ്ഞാലാടുന്നത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയെന്ന് കേൾക്കേണ്ട താമസം ഞാൻ തിരിഞ്ഞിരുന്നു. ഊഞ്ഞാലാടാനും തുടങ്ങി. പിന്നെ ഏട്ടനും മോളും സാധാരണ പറയുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് തരാറുണ്ട്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട് ആരാ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരുന്നതെന്ന്. അല്ലാതെ പിന്നെ ആരെടുത്ത് തരാനാണ്. ഇപ്പം ഇങ്ങനൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് പറ്റുന്നത്. ആ ഒരു ലേഡിയെ നോക്കുക, അവർ ഞണ്ട് ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നത് വീഡിയോ എടുക്കുന്നതാണ്. ഇത് മുമ്പേ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നല്ലോ കപ്പലുകളുടെയൊക്കെ അവശിഷ്ടം. ഇനി അങ്ങനെ വല്ലതും ആണോ അതോ ഇനി ബോട്ടുകൾ ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറക്കാൻ ഐലൻഡിലും ഫിഷിങ്ങിനും ഒക്കെ ഇവർ പോകുമല്ലോ, അതിനുള്ളതാണോ എന്നറിയത്തില്ല. അപ്പം നമ്മളുടെ സ്റ്റോറി ഇവിടെ പെൻഡിങ് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇവിടെ സാഹിത്യപരമായിട്ടും ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിലാണ് ഫ്രഞ്ചിലെ ഒരു പ്രധാന അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് പോൾ ആൻഡ് വെർജിനി എന്ന് പറയുന്നത്. അതിലെ വെർജിനി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ജാക്ക് ആൻഡ് റോസ് അല്ലേ പറഞ്ഞ പോലെ റോസും ജാക്കും ഒന്നിച്ചേർന്നില്ല. ഇവിടെ അങ്ങനെയല്ല, വെർജിനി വരികയാണ് കപ്പലിലെ പോളിനെ കാണാൻ. അപ്പം ഈ ഒരു സ്ഥലത്തിനടുത്തായിട്ട് ഇവിടെ ഒരു വലിയൊരു പവിഴപ്പുറ്റിൽ ഇടിച്ചിട്ട് പോളിൻ്റെ മുമ്പിൽ തന്നെയാണെന്ന് ആ കഥയിലും അങ്ങനെയാണ് പറയുന്നത്. പോളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അപകടം നടന്നിട്ട് വെർജിനി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേതിലെ സ്റ്റോറിയിൽ ഐസ് മലയിൽ ഇടിക്കുക അങ്ങനെയാണല്ലോ വരുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. ട്രാജിക് എൻഡാണ് രണ്ടും. ഇത് അവിടെ ഒരു വലിയ ഒരു ആൽമരമാണ്. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ചെയറുകൾ ഇട്ടിട്ട് ബാർബിക്യൂ മീൻ പിടിച്ച് കൊടുത്തവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഐലൻഡ് കാണിച്ചല്ലോ മുമ്പിൽ, അവിടെയൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതെങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഏട്ടനും ആദ്യം ഒന്ന് പോയി ചോദിച്ചിട്ട് വന്നിട്ട് നമ്മൾ വേണ്ട നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ ഇവിടെയാണ് ആ മീൻ ഇങ്ങനെ ഇവർ തയ്യാറാക്കുന്നത്. അങ്ങനെ ആണെങ്കിലും നമുക്ക് അവിടെ അങ്ങനെ ഒരു ബാഡ് സ്മെല്ല അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പിരിയാൻ മനസ്സില്ലെങ്കിലും പിരിഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഇത് ഇങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. റൂഫിൻ്റെ റെഡും ഇതിൻ്റെ റെഡ് കളറും എല്ലാം കൂടെ ആവുമ്പോൾ എന്തൊരു ഭംഗിയാ. വലിയ കുരുവാകട്ടെ. നമ്മുടെ കാഴ്ചകൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമാവുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ഹൈപ്പ് ലൈഫ് ഒന്നും മറക്കല്ലേ. എവിടേക്കോ മനസ്സിൽ പോളും വെർജിനിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു ട്രാജിക് എൻഡ് കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അവരാവണ്ട എന്നുള്ളത്. അപ്പം വീണ്ടും അടുത്ത കാഴ്ചകളുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.